എവിടേക്കെങ്കിലും നീ ഇറങ്ങി പോകുമ്പോ എവിടേക്കാണ് പോണെന്നുള്ള അഡ്രസ് തന്നിട്ട് പോ. എന്തിനാണെന്നറിയോ? അളിയൻ ചോദിക്കുമ്പോഴേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതിനിപ്പോ എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ? നിനക്കൊന്നും അറിയില്ല അല്ലേ? അല്ലടാ, നീ എന്താ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം, എപ്പോ വേണമെങ്കിലും തിരിച്ചു കയറി വരാന്നോ? ഒരു പശുവിനെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാലേ സമയമാകുമ്പോ അത് തിരിച്ചു വന്നോളും. പക്ഷെ നിന്റെ കാര്യമേ അതിനേക്കാളും കഷ്ടമാ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരി, ഇനി മുതൽ ഞാൻ പുറത്തേക്കൊന്നും പോവാൻ നിൽക്കുന്നില്ല. പോവാണെങ്കിൽ തന്നെ പറഞ്ഞിട്ടേ പോളാം. അമ്മാവനോ? ആരാണ് നിന്റെ അമ്മാവൻ? എടാ, നീ എന്നെ അമ്മാവെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഇനി ഒരിക്കൽ കൂടി വിളിച്ച എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ശരി. ഓ, വല്ല തെരുവ് കിടന്നതിനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയ ഇതായിരിക്കും അവസ്ഥ. എന്തു പറ്റിയെങ്കിലാ? എന്ത് പറ്റിയെന്നോ? ഈ ജോലിക്കാരനെ വിളിച്ചു കയറ്റി ഇവിടുത്തെ കൊച്ചു മുതലാളി ആക്കിയില്ലേ നിന്റെ അച്ഛൻ? അത് കാണുമ്പോ എനിക്ക് എന്തോ നമ്മൾ പറയില്ലേ, ഇറിറ്റേഷൻ. അതല്ല, കണ്ണില് വരുമല്ലോ. ഓ, കണ്ണീരാണ്. അതല്ല, കണ്ണ് ചുവന്ന് മുഖമൊക്കെ കൂർപ്പിച്ച്. ഓ, ദേഷ്യം. അത് തന്നെ, അതും വരും, ബിപിയും വരും. അങ്കിളെ, ആവശ്യമില്ലാതെ ദേഷ്യം പിടിച്ച് ഹെൽത്തിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. എന്ത് സ്നേഹമോ മരുമോനെ നിനക്ക് എന്നോട്. എന്റെ മരുമോനെന്ന് വെച്ചാ നീ തന്നെടാ, ഈ ജോലിക്കാരനല്ല. മരുമോനെ, നാടൊക്കെ നന്നായിട്ട് ചുറ്റി കറങ്ങിയോ? വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ചേച്ചി, ആ ജ്യൂസിങ് എടുത്തേ. വാ, വന്നിവിടെ ഇരിക്കേ. വാ. ഓ, കൊടുക്കണ്ട മരുമോന്. മോനെ, അമ്മ എന്തിനാ ഇത്? എന്റെ മോന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. നീ ഇത് കുടിക്കേ. താങ്ക്സ് മമ്മി. ഋഷുൽ, നീ കുടിക്കുന്നുണ്ടോ? അവൻ എന്തിനാ മോനെ ജ്യൂസൊക്കെ? അവൻ ഇതൊക്കെ കുടിക്കാൻ വല്ല ജോലിയുണ്ടോ, കൂലിയുണ്ടോ? അതെന്താങ്കളെ, എനിക്ക് കിട്ടേണ്ടതൊക്കെ അവനും കിട്ടേണ്ടതല്ലേ? അവന് ഈ വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ? യോഗം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ത്രിവിക്രമ, അതിനൊരു യോഗ്യത കൂടി വേണം. മുക്കുവണ്ടം എടുത്ത് സ്വർണത്തിന്റെ കൂടെ വെച്ചാലേ കാണുമ്പോ അത് സ്വർണമാണെന്നേ തോന്നൂ. പക്ഷെ എത്ര തന്നെ ആയാലും അത് മുക്കുബണ്ടം തന്നെയല്ലേ? ത്രിവിക്രമ, നീയാ ഈ വീട്ടിലെ കുട്ടി. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നീ ഇത് കുടിക്ക. വേറെ എന്തെങ്കിലും വേണോ മോനെ? ഒന്നും വേണ്ട മമ്മി. ഇന്ന മോനെ, ഇതിലെ ഗ്ലൂക്കോസ് കലക്കിയിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് നീ നിന്റെ ജോലി ചെയ്യും. അവസാനം അവൻ അങ്ങ് പോയി. ഇവൻ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവും അങ്കിളെ, ഉടനെ തന്നെ എല്ലാം ശരിയാവും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു. അത് കൃത്യമായിട്ട് നടന്നോളൂ. എന്ത് കാര്യം വരുമോനെ? പറയാങ്കളെ, സമയമാകുമ്പോ ഞാൻ എല്ലാം പറയാം. ഋഷുൽ, ഇരിക്കാമേ. എന്തിനാടാ മോനെ? അമ്മ ഇരിക്കും, ഞാൻ പറയാം.
തൃശൂൽ എന്തു പറ്റിയടാ? അമ്മേ, ഈ പ്രപഞ്ചത്തില് അമ്മയുടെ മടി കിടക്കുമ്പോഴുള്ള സുഖത്തെക്കാളും സമാധാനത്തെക്കാളും വലുതായിട്ട് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ അമ്മേ. ഞാൻ ഇതുപോലെ കിടക്കുമ്പോ അമ്മ ഇങ്ങനെ തലോടുമ്പോ ദൈവം തന്നെ ഇറങ്ങി വന്ന് സമാധാനിപ്പിക്കുന്ന പോലെയുണ്ട്. എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? പറ മോനെ. ഒന്നുമില്ല, വെറുതെ കിടക്കണമെന്ന് തോന്നി. അത് ശരി. എന്താണ് അമ്മയും മോനും കൂടെ ഒരു കുഞ്ഞാവകളി? എന്താടാ? ചേട്ടാ വെറുതെ ഇരിക്കെ. അവനെ കളിയാക്കാതെ. അവനെന്തോ വന്നപ്പോ മുതല് ഭയങ്കര വിഷമത്തിലാ. ആണോ? എന്തു പറ്റിടാ മോനെ? ഞാനും അത് തന്നെ അവനോട് ചോദിക്കുന്നത്. പക്ഷെ അവനൊന്നും പറയുന്നില്ല. തൃശൂൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അമ്മേ, അത് ആരെന്തു പറയാൻ അവനോട്? ഇവനിപ്പോ അവിടുത്തെ ചെക്കനാ അല്ലടാ തൃശൂൽ. അച്ഛ, അത് മുതലാളിക്ക് മാത്രമല്ലേ. ഞാൻ അവിടുത്തെ കുട്ടിയായത് വേറെ ആർക്കും ഇഷ്ടമായിട്ടില്ല. പിന്നെ എന്ത് പറ്റിയെന്ന് പറയടാ. നീ ആ വീട്ടിൽ പോയാ സന്തോഷവാനായിരിക്കും ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മധു, നീ ഓരോന്ന് കിള്ളിക്കിള്ളി ചോദിച്ചവന്റെ മനസ്സ് വിഷമിപ്പിക്കില്ലേ? അവിടെ മുതലാളി നേരിട്ട് ഇവന്റെ കാര്യത്തിൽ ഇടപെടുന്നു. അതിനർത്ഥം അവന് സുഖാന്നല്ലേ? അച്ഛ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അവിടെ നടക്കുന്നതൊക്കെ വേറെയാ. ശിവാനി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് പോവില്ലായിരുന്നു. ശിവാനിക്ക് വേണ്ടി മാത്രം ഞാൻ പോയേ. എന്തെങ്കിലും പറയടാ. നിനക്ക് അവിടെ സന്തോഷം തന്നെയല്ലേ? നീ അങ്ങോട്ട് പോയത് എന്തായാലും നന്നായി തോന്നില്ലേ? അച്ഛാ, നിങ്ങള് ആ വീട്ടിലേക്ക് എന്നും വരാറില്ലേ? എന്നെ എപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ എന്താച്ചാ എന്നോട് അപ്പോഴൊന്നും മിണ്ടാത്തെ? നീ ഇപ്പൊ അവിടുത്തെ കൊച്ചു മുതലാളിയാ. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന വരില്ല. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ എന്താ വിചാരിക്കാ? അച്ഛാ പ്ലീസ്, അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. നമുക്കിടയിൽ മതിൽ പണിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നോട് പഴയ പോലെ തന്നെ സംസാരിച്ചാൽ മതി. പ്ലീസ് അച്ഛാ. ശരി. അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. നീ ഇപ്പോ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഞങ്ങളോട് പറയേ. ഞങ്ങൾ കൂടെ ഇല്ലാത്തോണ്ടാണോ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എന്റെ ചെറുപ്പകാലം മുഴുവൻ ആ വീട്ടിൽ തന്നെ ഞാനും ചെലവഴിച്ചേ. അത് മാത്രമാണോ? എത്രയോ ദിവസം കൊണ്ടിട്ട് വീട്ടിലേക്കൊന്ന് വരാറുള്ളത്. പിന്നെ നീ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോടാ? അപ്പോഴൊക്കെ നിങ്ങളുടെ സ്നേഹം ഒരുപാട് കിട്ടുമായിരുന്നു. ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്ന പോലെ. അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഐ മിസ് യു അച്ഛാ. ഐ മിസ് യു അമ്മേ. തൃശൂൽ, നിനക്ക് ഞങ്ങളെ കാണാൻ തോന്നുമ്പോ നീങ്ങ് വാ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. കേട്ടോ മോനെ? എന്താ സുന്ദരി ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഇത്ര സന്തോഷായിട്ടിരിക്കുന്ന കണ്ടിട്ടാണോ? എന്നെ സന്തോഷം തോന്നാണ്ടിരിക്കോ സുന്ദരി? നീ തന്നെ പറ. ഇത്രയും വർഷം ആദിശേഷനുമായിട്ട് ചേരാൻ നോക്കിയപ്പോ ഓരോരോ തടസ്സങ്ങളായിട്ട് വന്ന് ചേരുമായിരുന്നു. എന്നാ ഇപ്പോ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ പൂജ ചെയ്യാൻ പോവാ. തൃശ്ശൂര് പറഞ്ഞതുപോലെ സംഭവിച്ച എന്നെ ആദിശേഷനെ തമ്മിൽ അകറ്റാൻ പിന്നെ ആർക്കും തന്നെ സാധിക്കില്ല. ആദിശേഷൻ വാക്ക് തന്നതുപോലെ ഞങ്ങളുടെ സ്നേഹം 7 ജന്മങ്ങളിലും ഒന്നായിരിക്കും. ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും സുന്ദരി. സുന്ദരി, ഞാനിപ്പോ തൃശ്ശൂര് പറഞ്ഞ അമ്പലത്തിലേക്ക് എപ്പോഴാ പോവാ? അവിടെ ചെന്ന ദൈവത്തോടെ എല്ലാം എപ്പോഴാ പറയാന്ന് കാത്തിരിക്ക. ആ പൂജയ്ക്ക് ഫലം ഉണ്ടായ ത്രിവിക്രമാകെ മാറി അവന് നാഗലോകത്തിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുകയാണെങ്കിൽ
എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം ഉണ്ടാകും സുന്ദരി. ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ പോവുക അല്ലേ? അയ്യോ സുന്ദരി, സമയമായല്ലോ. ഇപ്പൊ തന്നെ സന്ധ്യയാകും. എത്രയും വേഗം ഇന്നത്തെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെക്കട്ടെ. ആ? ശിവാനിയാണല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ പോവാൻ എന്നെക്കാളും ഇവൾക്കാണ് എക്സൈറ്റ്മെന്റ് കൂടുതലും. ഇന്ന് എന്റെ പ്രണയം ശിവാനി മനസ്സിലാക്കണം. ഇന്നു മുതല് ദൈവമാണ് എന്റെ പ്രണയത്തിന്റെ സൂത്രധാരൻ. തൃശ്ശൂൽ, അപ്പൊ നീ റെഡിയായല്ലേ? ആയിക്കോ. എനിക്കത് തന്നെയാ വേണ്ടത്. നിന്റെ ഗേൾ ഫ്രണ്ട് ആരാന്നുള്ള കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം. കൊച്ചു മുതലാളി ഉണർന്നായിരുന്നോ? കണ്ണു തുറന്ന് നോക്കിയത് പോലെ തോന്നിയല്ലോ. തോന്നിയതാവും. തൃശ്ശൂൽ, ഇന്ന് നീ എന്റെ വളയെ കൊടുന്നു. ഇനി മുതൽ എന്റെ കളികൾ മാത്രമേ ഉള്ളൂ. തൃശ്ശൂൽ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. നിന്റെ ഗേൾ ഫ്രണ്ട് ആരാന്ന് ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കും. ഹായ് ശിവാനി, എന്തുപറ്റി? ഒരുപാട് നേരത്തെ വന്നല്ലോ. എനിക്ക് വേണ്ടി കാത്തു നിൽക്കായിരുന്നു. അല്ല, ത്രിവിക്രം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് കാത്തു നിന്നതാ. കൊച്ചു മുതലാളിയോ? എന്താ ശിവാനി ഇത്? നമ്മൾ രണ്ടുപേരും മാത്രം പോകേണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ അവരോട് വരാൻ പറഞ്ഞു? ത്രിവിക്രം വരുന്നൊന്നുമില്ല. നീ ചോദിച്ച ചോദ്യത്തിന് ഇതല്ലാതെ വേറെ എന്ത് പറയാനാ ഞാൻ? തമാശ പറഞ്ഞതാണോ? എന്റെ അമ്മേ, അവൻ ശരിക്കും വരുമെന്ന് കരുതി എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ആണോ? ത്രിവിക്രം വരുന്നെന്ന് പറയുന്നതിന് നീ എന്തിനാ പേടിക്കുന്നേ? നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അമ്പലത്തിലേക്ക് തന്നെയല്ലേ? നിക്ക്, അവനെ കൂടെ ഒന്ന് വിളിക്കാം. അയ്യോ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ? അല്ല, അത് നീ ദൈവത്തെ തൊഴുത ശേഷം പ്രദക്ഷിണം വെക്കുന്നതേ മൂന്നാമതൊരാൾ കാണാൻ പാടില്ല. ഒരുപക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ആ നേർച്ചയ്ക്ക് ഫലം ഉണ്ടാവില്ല അത്രേ. ഇതെന്താ നീ നേരത്തെ പറയാഞ്ഞേ? അത് അന്നേരം മറന്നുപോയി, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ശരി, വാ, വേഗം പോവാം, ലേറ്റ് ആവുന്നു. എന്നാ പിടിച്ചോ. എന്താ ഇത്? കാട്ടില് ഭയങ്കര തണുപ്പായിരിക്കും, പിന്നെ നിനക്ക് അങ്ങനെ പനി വന്നാലോ, അതുകൊണ്ടാ ഇത് പുതക്കി. അങ്ങനെയൊന്നും ഇല്ല തൃശ്ശൂർ. നോക്ക്, ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത. എന്തൊരു തണുപ്പത്ത് വിറച്ചുകൊണ്ടിരിക്കുക. പറയുന്നേക്ക് പുതക്കി. തണുക്കുന്നതൊക്കെ മനുഷ്യർക്കല്ലേ തൃശ്ശൂർ, എന്നെ പോലുള്ള ഇച്ഛാധാരി നാഗങ്ങൾക്കല്ല. നോക്ക്,
നോക്ക് നോക്ക്, മനസ്സിൽ ഇത് എന്തൊരു തണുപ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, എനിക്ക് മനസ്സിലായത്. എന്നാ ഇതെടുത്തോ, എടുത്തോന്നേ. അത് ചെവി കൂടി മറയ്ക്കുന്ന രീതിയിൽ പൊതിച്ച പിന്നെ തണുപ്പടിക്കില്ല. ഒരു മിനിറ്റ്. ദേ കണ്ടില്ലേ, ഇതാണ് പെർഫെക്റ്റ്. പാപ്പോ അവളുടെ ഫേസ് ഇപ്പൊ കാണുമായിരുന്നു. അപ്പോഴേക്കും അവൻ ഷോൾ എടുത്ത് മറിച്ചു. തൃശൂൽ, നീ എത്രയാന്ന് വെച്ചാ മറച്ചു വെക്കാൻ പോകുന്നത്? നോക്കിക്കോ, ഇന്നവൾ ആരാന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കും. തൃശൂർ, ഇതാണോ നീ പറഞ്ഞ അമ്പലം? ഇതാണ് നമ്മളെ ഒന്നിപ്പിക്കാൻ പോകുന്ന അമ്പലം. എന്താ പറഞ്ഞേ? അത് പ്രേമിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന അമ്പലം എന്നാ ഞാൻ പറഞ്ഞു. വാ പോ. മഹാദേവ, നിന്റെ സന്നിധാനത്തിൽ തൊഴുതു നിന്ന് നിന്നെ പ്രദക്ഷിണം ചെയ്താൽ എന്റെ മനസ്സിലുള്ളതെല്ലാം നിറവേറുമെന്നല്ലേ? എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞാനും ആദിശേഷനും ഒന്നായി തീരണം. അവന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയും വേണം. ദൈവമേ, ഞാൻ നിന്റെ അമ്പലത്തിൽ വന്നിട്ട് നിന്നെ നോക്കാതെ എന്റെ പെണ്ണിനെ നോക്കുകയാണെന്ന് വിചാരിച്ച് കോപിക്കരുത്. നാട്ടിലുള്ളവർക്ക് നീയാണ് ദേവൻ, പക്ഷെ എനിക്ക് ഇവളാണ് എന്റെ ദേവത, പ്രേമദേവത. ഞങ്ങളുടെ പവിത്രമായ പ്രണയം ഒന്നായി തീരണം. അതിനങ്ങ് അനുഗ്രഹിക്കണം മഹാദേവ. ഈ പ്രദക്ഷിണത്തിലെ ഓരോരോ കാലടിയും എന്റെ ആദിശേഷനുമായി അടുക്കുവാനുള്ള ചവിട്ടുപടികളാവണേ. ഞാൻ ചെയ്യുന്ന ഓരോ പ്രദക്ഷിണവും ഞങ്ങളെ ഒന്നിപ്പിക്കാനുള്ള പ്രാർത്ഥനയായി കാണണേ. എന്റെ ഓരോ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രണയത്തിന്റെ ജപമായി കാണണേ. ഇനിയും നടക്കില്ലെന്ന് മാത്രം പറയില്ല ഈശ്വര. ഞാനവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ തന്നെ ഞങ്ങളെ ഒരുമിപ്പിക്കണം. ഈ സമയത്ത് ഇവൻ എടുക്കണമായിരുന്നു. പ്രദക്ഷിണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. അപ്പൊ അവളുടെ മുഖം കാണാൻ പറ്റില്ല. തൃശൂൽ,
ഇതിലേ നിനക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പം നിന്റെ ഗേൾഫ്രണ്ടിന്റെ മുഖം ഞാൻ കാണും.